ആദരണീയരുമായ എസ് ഐ നാരായണൻ, സുഭാഷ് ചന്ദ്രൻ, ടി കെ ശങ്കരനാരായണൻ, എൻ പി വിജയകൃഷ്ണൻ, രഘുനാഥ് ഭാർഗി, വി പ്രസാദ്, ഇങ്ങനെ പേരെടുത്ത് പറയാവുന്ന ഒരുപാട് സുഹൃത്തുക്കൾ മുമ്പിലുണ്ട്. അറിയാത്തവരും പ്രിയപ്പെട്ടവരുമായ എല്ലാവർക്കും നമസ്കാരം. തീർച്ചയായും അഹല്യ ഫൗണ്ടേഷൻ ഇങ്ങനൊരു വിപുലമായ MT അനുസ്മരണം കാലാതീതം MT എന്ന പേരിൽ സംഘടിപ്പിച്ചതിൽ അഹല്യ ഫൗണ്ടേഷനോടുള്ള എന്റെ സ്നേഹവും കടപ്പാടും ആദ്യം രേഖപ്പെടുത്താൻ, വ്യത്യസ്തങ്ങളായ വിഷയങ്ങളെ മുൻനിർത്തിക്കൊണ്ട് MT നേരത്തെ മനസ്സിലാക്കിയവരും നേരത്തെ MT കുറിച്ച് ആഴത്തിൽ പഠിച്ചവരുമായ ഒരുപാട് ആളുകൾ ഇതിൽ പങ്കെടുത്തു. സുഭാഷിന്റെ നാം തോന്നുന്ന ഈ വിഷയം തന്നത് MTയുടെ ഒസ്യത്ത്. തീർച്ചയായും MT ഒസ്യത്ത് കാണാതെ എഴുതി വെച്ചിട്ടുണ്ടാവാം. അദ്ദേഹത്തിന്റെ സ്വത്തിനെ സംബന്ധിച്ച ഒസ്യത്ത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞില്ല. പക്ഷേ അദ്ദേഹത്തിന്റെ സർഗസമ്പത്തിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിന്റെ മനുഷ്യ ഉത്കണ്ഠകളെ സംബന്ധിച്ച് ഒരു ഒസ്യത്ത് മലയാളിക്ക് തന്നിട്ടാണ് 91ാമത്തെ വയസ്സിൽ MT പിരിഞ്ഞുപോയത്. അവസാനം വിപ്രസാദ് ശിലാലിഖിതം എന്ന കഥയെക്കുറിച്ച് പറഞ്ഞു വെച്ചു. ശിലാലിഖിതത്തിലെ ഒരു പെൺകുട്ടി നഗരത്തിൽ നിന്നുള്ള പെൺകുട്ടിയാണ്. ഗ്രാമത്തിൽ ഒരു സ്ത്രീ വിഷപ്പാവ് തിന്ന് മരിക്കാൻ നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം എന്നാണ് കുറ്റിപ്പുറത്ത് കേശവനായ തൊട്ട് നമ്മൾ പറഞ്ഞു വെച്ചത്. MT പറഞ്ഞൊരു ഗ്രാമത്തെ കുറിച്ചാണ്. പക്ഷേ ആ കഥയിൽ ഗ്രാമം ആ സ്ത്രീയെ തിരിഞ്ഞു നോക്കുന്നില്ല. മണിക്കൂറുകളായി അവർ മരണത്തോട് മല്ലടിച്ചു കിടക്കുക. നഗരത്തിൽ വന്ന് കൊണ്ടുവന്നയാളാണ് ഈ കുട്ടിയുടെ അച്ഛൻ. അയാൾ ഗ്രാമത്തിൽ തന്നെയാണ്, നഗരത്തിലാണ് താമസിക്കുന്നത്. അയാൾക്ക് വീണ്ടും ശോഭിച്ച് ചോദിക്കുന്നുണ്ട്, ആദ്യം ഒന്ന് പോയി നോക്കിക്കൂടെ? അപ്പോൾ ഈ കുട്ടി അച്ഛനോട് ചോദിക്കും, അച്ഛൻ ഒന്ന് പോയി നോക്കിക്കൂടെ? നമ്മളിങ്ങനെ പലതും അങ്ങനെയാണ് ഇടപെടില്ല, ആർക്കെങ്കിലും ഇടപെടാം. അവസാനം കുട്ടി ഇടപെടുന്നിടത്താണ് കഥ അവസാനിപ്പിക്കുന്നത്. ആ കുട്ടി അച്ഛന്റെ കൈ മുറിച്ചു പോയി ചോരയിൽ നിലത്തിന് വെള്ളമെടുത്ത് മരിക്കാൻ കിടക്കുന്ന ആ കുട്ടിക്ക് കൊടുത്തു. MT ഒസ്യത്ത് തുടങ്ങുന്നത് അവിടെ നിന്നാണെന്നാണ് ഞാൻ സാമാന്യമായി വിചാരിക്കുന്നത്. നഗരത്തിൽ നിന്ന് വരുന്ന ഒരുപക്ഷെ അപമാനീകരിക്കപ്പെട്ടിരിക്കുന്ന ഒരു സംസ്കാരത്തിന്റെ പദ്ധതിയിൽ നിന്ന് പേർത്തും കുറ്റപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന പുതിയ തലമുറയിലെ ഒരു കുട്ടി താൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു മാനവികതയുടെ സമ്പത്തുണ്ട്. അല്ലെങ്കിൽ ആ കുട്ടിക്കാണ് തന്റെ മാനവികതയെ കുറിച്ചും മനുഷ്യനെ കുറിച്ചും ഒക്കെയുള്ള ഉത്കണ്ഠ സമ്മാനിച്ചിട്ട് പോയത്. ഇന്ന് നമ്മൾ കുട്ടികളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. MDMAക്ക് അടിപ്പെട്ട കുട്ടികൾ പലരെയും കൊല്ലുന്നു, കുട്ടികൾ തമ്മിൽ കുത്തിക്കൊല്ലുന്നു, നിരന്തരം ഹിംസാത്മകമായ വയലൻസിന്റെ വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. കുട്ടികൾ എഴുതിച്ചു പോയി എന്ന് മാറി നിന്ന് നമ്മളൊക്കെ സംസാരിക്കുന്നു. ആരെങ്കിലും ഇടപെട്ടുകൂടെ എന്ന് നമ്മൾ ചോദിക്കുന്നു. ആരാണ് ഇടപെടേണ്ടത് എന്നതിന് എന്ത് കൃത്യമായ ഉത്തരം തന്നിട്ടുണ്ട്. ഒരു നദി മരിക്കാൻ കിടക്കുന്നു, ആർക്കെങ്കിലും ഇടപെട്ടുകൂടെ? നമ്മൾ ചോദിച്ചുകൊണ്ടിരുന്നു. ഭാരതപ്പുഴ നമ്മുടെ കൺമുമ്പിലൂടെയാണ് ഒഴുകിപ്പോയത്. രണ്ടാമത്തെ വർഷത്ത് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട MTയുടെ ഉത്കണ്ഠകളാണ്. MTയുടെ ആക്ടിവിസ്റ്റ് ആയിരുന്നു എന്ന് നിങ്ങൾ പലപ്പോഴും അത്ര മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. MT ഇടപെട്ട പല ഘട്ടങ്ങളിൽ ഒന്ന് ഭാരതപ്പുഴയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. 80കളിൽ ഞാനൊക്കെ പങ്കാളിയായിരുന്ന ഒരു ഭാരതപ്പുഴ സംരക്ഷണ സമിതിയിലാണ്. KC ഓർമ്മയുണ്ടാവും. KC പ്രദേശത്താണ് അതിന്റെ കേന്ദ്രീകരണം. ഇന്ത്യൻ ബോധ്യ മാഷായിരുന്നു ഇതിന്റെ സെക്രട്ടറി. EP ഗോപാലൻ, PK വാര്യർ, KV സുരേന്ദ്രനാഥ് ആശാൻ, തുടക്കത്തിൽ PT ഭാസ്കര പണിക്കർ, അതിനൊരു കുറ്റത്തര വേഷമായി ആ സമിതിയുടെ ജോയിന്റ് സെക്രട്ടറിയായി പ്രവർത്തിച്ചിട്ടുണ്ട്. അക്കാലത്ത് MT ആ സമരത്തിൽ പങ്കെടുക്കാൻ വന്നിരുന്നു. MT വളരെ സങ്കടകരമായി പറഞ്ഞു, ഈ നദി ആർക്കാണ് വേണ്ടത്? അന്നത്തെ പ്രസംഗം എനിക്ക് ഓർമ്മയുണ്ട്. അവസാനം MT എഴുതിയത് ഡെത്ത് ഓഫ് എ റിവർ, ഇന്ത്യയുടെ ഒരു സഭയിൽ ഡെത്ത് ഓഫ് എ റിവർ, ഒരു നദി മരിക്കുകയാണ്. വ്യക്തിപരമായി എന്നോടൊക്കെ പറഞ്ഞത് കോടതിയിലേക്ക് വരാൻ തോന്നുന്നില്ല എന്നാണ്. പുഴ കാണാൻ വേണ്ടിയാണ് പുഴയുടെ തീരത്ത് അശ്വതിയും കോട്ടേജ് പറഞ്ഞത്. അന്ന് പുഴയുടെ തീരത്തുകൂടി ഒരു ആന ദാഹിച്ചു വളർന്ന് വെള്ളം കിട്ടാതെ നടന്നു വന്നപ്പോൾ MTയുടെ അശ്വതിയും കോട്ടേജിന് വേണ്ടി കിണർ കുത്തിയതില് ഒരു കരി പൊട്ടി വെള്ളം പുറത്തു ചാടി ധാരാളമായിട്ട് വെള്ളം വന്നത് ഉൾക്കൊള്ളാൻ കാരണം അത് നമുക്ക് സാനയ്ക്ക്
ആ വെള്ളമാണ് കൊടുത്തത്. ഇതൊക്കെ ഉണ്ടായ സംഭവങ്ങൾ. ഈ നദി ഇല്ലാതാകുന്നു. അവസാന കാലത്ത് നമുക്ക് നാട്ടിലേക്ക് വരാറില്ല. നദിയുടെ മുഖം വികൃതമാണ്, അത് കാണാനില്ല. ഒരർത്ഥത്തിൽ ഈ പുതിയ കുട്ടിയിൽ വിശ്വാസം അർപ്പിച്ച എം ടി നദി നശിച്ചു പോകുന്നതിൽ ഖേദിച്ച എം ടി ഭാഷ ഇല്ലാതാകുന്നതിൽ അങ്ങേയറ്റം വ്യാകുലപ്പെട്ട എം ടി എഴുത്തുകാരൻ എം ടിയിൽ നിന്ന് വേറിട്ട് നിൽക്കുന്ന സ്വത്വങ്ങളാണ്. അവസാനത്തെ 3.5 പതിറ്റാണ്ട് എം ടി കഠിനമായി പ്രവർത്തിച്ചത് ഒരു ഭാഷാ സ്മാരകത്തിന് വേണ്ടിയാണ്. ഷേക്സ്പിയർ സ്മാരകം പോലെ എന്റെ ഭാഷയുടെ പിതാവിനും ഭാഷയ്ക്കും ഒരു സ്മാരകം വേണം എന്ന് കരുതിയ എം ടിയുടെ ഭാവനയാണ് തുഞ്ചൻ സ്മാരകം. നമ്മുടെ കൂടെ വന്നിട്ടുള്ള ആളുകളാണ്, പലരും അവിടെ നിരന്തരം വരുന്ന ആളുകളാണ്. കേസിക്കൊക്കെ പഴയ തുഞ്ചൻ സ്മാരകം ഓർമ്മയുണ്ടാവും. ഒരു സ്മാരക മണ്ഡപം എന്ന് പറയാവുന്ന ഒരു മണ്ഡപവും ചെറിയ കോട്ടേജും മാത്രമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എം ടി ആണ് പ്രശസ്തി മുതൽ കൂട്ടി തന്റെ ഓരോ അവാർഡും അവിടെ കൊണ്ടുവന്ന് തന്നു. ഒരുപാട് അത് പറയുകയാണെങ്കിൽ അതിൽ നിന്ന് ഒരുപാട്. ഒരിക്കൽ ബോംബെയിലെ ലീല പെൻറ്റ കൃഷ്ണൻ നായരോട് തുഞ്ചപ്പറമ്പിലേക്ക് സംഭാവന ചോദിച്ചപ്പോൾ ഇൻകം ടാക്സ് എക്സംഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു. അല്ലാത്തടത്തേക്കൊന്നും ഞാൻ തരില്ല എന്ന് വിട്ടു പറഞ്ഞു. ഞാനിവിടെ കുട്ടി ബോംബെ പോരാതെ സ്വീകരണം കൊടുത്തപ്പോൾ അതിന്റെ സ്വാഗത സംഘം ചേർക്കാൻ കൃഷ്ണൻ നായരായിരുന്നു. എം പി അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ രവിയേട്ടനെ പോലുള്ള സുഹൃത്തുക്കളുടെ കൂടെയാണ് മിക്കവാറും ബോംബെ ചെല്ലാൻ. ഇപ്പൊ രവിയേട്ടനോട് കൃഷ്ണൻ നായർ പറഞ്ഞു ഒരു മുതിർന്ന ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൃഷ്ണൻ നായരുടെ പൗരപ്രധാനിയാണ്. അദ്ദേഹം സ്വാഗത സംഘം ചേർക്കാനായതുകൊണ്ട് അദ്ദേഹം ക്ഷണിച്ച കുറെ പൗരപ്രധാനികളൊക്കെ വരും. എം പി ആണ് ഇതിന്റെ പ്രധാന താരം. ഭക്ഷണം കഴിക്കാൻ വരണം. അദ്ദേഹത്തിന് മറുപടി പറഞ്ഞു, കൃഷ്ണൻ നായരുടെ ഊണ് കഴിക്കാൻ ഞാനില്ല. അത് കൃഷ്ണൻ നായർക്ക് വലിയ ക്ഷീണമായി. കാരണം അദ്ദേഹം സ്വാഗതസംഘ ചെയർമാനായി ബോംബെയിൽ വിളിച്ചു കൂട്ടിയ ഒരു അതിഥി സൽക്കാരത്തിൽ പ്രധാന അതിഥി പങ്കെടുക്കുന്നില്ല. എന്താ കാര്യം ലക്ഷ്യപ്പെടാണ് ചോദിച്ചപ്പോൾ ഭാഷാ സ്മാരകത്തിന് സംഭാവന തരാൻ മനസ്സില്ലാത്തവരുടെ ഊണ് കഴിക്കാൻ ദിവസം വരില്ല എന്ന് പറഞ്ഞാൽ ഇത് പുറത്ത് പറയാൻ പാടില്ലാത്താണെങ്കിലും സത്യമായതുകൊണ്ട് 5 ലക്ഷത്തിന്റെ ചെക്കുമായി ദൂതനെ പറഞ്ഞയച്ച് ക്ഷമ ചോദിച്ചിട്ടാണ് എം ടി എന്ന് ആ വിരുന്ന് സൽക്കാരത്തിൽ പങ്കെടുത്തത്. അങ്ങനെ പ്രശസ്തി വിറ്റും വാർത്തയും ഒക്കെയാണ് ഭാഷാ സ്മാരകം 3.5 പതിറ്റാണ്ട് കാലം കൊണ്ട് എം ടി ഉണ്ടാക്കിയത്. ആ 3.5 പതിറ്റാണ്ട് കാലം എം ടി കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല. അവസാനത്തെ കഥ വന്നിട്ട് തന്നെ ഏതാണ്ട് 30 വർഷമായി. കൽപ്പാന്തം കാഴ്ചയാണ്. കൽപ്പാന്തം ഗൾഫ് വോയിസിലാണ്, അല്ല കാഴ്ച ഗൾഫ് വോയിസിനും കൽപ്പാന്തം മാധ്യമത്തിന്റെ വാർഷികം 2 കഥകളാണ് അവസാനം എഴുതിയത്. വാരാണസി എന്ന നോവൽ വന്നിട്ട് തന്നെ ഏതാണ്ട് 3 പതിറ്റാണ്ടായി. ബാക്കിയുള്ള സമയം അത്രയും എത്തി ഒരു റിസൾട്ട് ഉണ്ടാക്കിയിട്ടാണ് പോയത്. ഭാഷയാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള സമ്പത്ത്. ഭാഷ നിലനിൽക്കണം. ഭാഷ ഞാൻ കുടിക്കുന്ന കുളിർവെള്ളമാണ്. ഭാഷ എന്റെ വീടാണ്. ഭാഷ ഞാൻ തന്നെയാണ് എന്ന് എം ടി പറഞ്ഞു. മലയാള ഭാഷ നിലനിൽക്കണമെന്നത് എം ടി ആഗ്രഹിച്ചു പോയതാണ്. പ്രകൃതി വിശ്വസംഗതാതീത പ്രകൃതി നിലനിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു പോയതാണ്. അടുത്ത തലമുറയിലെ കുട്ടികൾക്ക് സർഗാത്മകതയുടെ ഒരു അംശം കൊടുത്ത് അവരുടെ ആനന്ദതയുണ്ട് അത് പോഷിപ്പിക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. ഇതിനു വേണ്ടിയാണ് എം ടി എഴുതിയത്. തന്റെ എഴുത്തിലൊക്കെ ഈ പരിസ്ഥിതി ഉണ്ട്. ഒരു പുഴയോര ഗ്രാമത്തിൽ എം ടി ജനിക്കുന്ന കാലത്ത് ഏതാണ്ട് 90 വർഷത്തിന് മുമ്പല്ലേ ആ ഗ്രാമം തികച്ചും പ്രാചീനമായ ഒരു ഗ്രാമമാണ്. എനിക്ക് തന്നെ കാണുന്നത്, ഞാൻ കാണാൻ തുടങ്ങിയ കൂടലിൽ നിന്ന് എത്തിപ്പെടാൻ ബുദ്ധിമുട്ടാണ്. അന്ന് തൃത്താല റോഡ് വഴി കുമ്പളിയിൽ അങ്ങോട്ട് പോകാൻ പറ്റും, കുറ്റിപ്പുറത്തൂടെ കടക്കാൻ ബുദ്ധിമുട്ടാണ്. പാലമുള്ള പല ഭാഗത്ത് ഒരു വശത്ത് പുഴ, കർണൂർ കര എന്ന് പറഞ്ഞ കരിയന്നൂർ കരയിൽ വാഹനം എത്തില്ല. ആ കർണൂർ പാലം കടന്ന കരിയന്നൂരിലേക്ക് വാഹനമേ പോകില്ല. അങ്ങനെ ഒറ്റപ്പെട്ടൊരു പ്രദേശത്ത് 90 വർഷത്തിനപ്പുറം ജനിച്ച കുട്ടിക്ക് സ്വപ്നം കാണാൻ പറഞ്ഞൊന്നും കാര്യമില്ല. ഈ പുഴയിലെ ഉദയവും നരിമാനം മുതൽ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തിലില്ല എന്ന് എനിക്കൊരു കഥാപാത്രം പറയുന്നു. മറ്റു സമയത്ത് ഒരു കഥാപാത്രം പറയുന്നു, വിജയം തേടി പല കയറ്റങ്ങളും ഉയരങ്ങളും കയറി ഇറങ്ങി തിരിച്ചു വരുമ്പോൾ എന്റെ മനസ്സ് പോലെ ഗ്രാമത്തിലെ പുഴ വരണ്ടു പോയിരിക്കും. ഈ പുഴയുടെ കഥകളാണ് മുഴുവൻ. ഞങ്ങളുടെ പൊരുതിപ്പറമ്പ് ഞങ്ങൾക്ക് തന്നത് പുഴയാണ് എന്ന് പറയുന്നത്. മുഴുവൻ നടക്കുന്ന ഒരു ചെറിയ കരയുണ്ട് കൂടുതൽ. ആ സ്ഥലം
പുഴ എക്കൽ പോലെ സമ്മാനിച്ചിട്ട് പോയത്. അവിടെയാണ് പുറമേലെ ഏറ്റവും പ്രശസ്തമായ ഗുരുതി എന്ന് പറയുന്ന ഗുരുതി ഉത്സവം നടക്കുന്നത്. പുഴ സമ്മാനിച്ചത് വടക്കേപ്പുഴ. വടക്കേപ്പുഴ എന്ന് പറഞ്ഞാൽ കരണ്ടൂർക്കരയാണ്. അതായത് തൂതപ്പുഴ നിറയിൽ വന്ന് കൂടുന്ന ഇടമാണ്. വിശുദ്ധനായ ഒരിക്കൽ വയലാർ അവാർഡ് കിട്ടിയ സമയത്ത് അവിടെ പ്രസിദ്ധിച്ചപ്പോ പറഞ്ഞു, ഈ നദീസംഗമങ്ങൾ പ്രയാഗങ്ങൾ യജ്ഞഭൂമികളാണ്. അങ്ങനെ ഒരു അക്ഷരയജ്ഞത്തിനായി കാലം നിയോഗിച്ചതാണ് അങ്ങനെ നിയോഗിച്ചതാണ്. ഒരു നദി നശിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഒരുപക്ഷെ സഹസ്രാബ്ദങ്ങളായിട്ട് ആ പുഴ ഒഴുകിക്കൊണ്ടിരുന്നു. നദികൾക്ക് എന്നെക്കാളും ഓർമ്മ കാണണം, അവർ കടലിൽ ചെറുകുള്ള സഞ്ചാരപ്രിയം എന്ന് വയലാർ എഴുതിയിട്ടുണ്ട്. അങ്ങനെ എത്രയോ നൂറ്റാണ്ടുകളായി കിഴക്ക് നിന്ന് പടിഞ്ഞാറോളം സഞ്ചരിച്ച് അനേകം ഗ്രാമാന്തരങ്ങളിലൂടെ സംക്രമണ വ്യവസ്ഥയായി പടർന്നു ഒഴുകിയ ഒരു നാഡീവ്യൂഹം പൂർണ്ണമായും എംടിയുടെ കാലത്താണ് ഇല്ലാതായത്. എംടിക്ക് മുമ്പ് ആ പുഴ എത്രയോ സഹസ്രാബ്ദങ്ങളായിട്ട് ഒഴുകി, എത്രയോ ഉണ്ടാപ്രാണികൾക്ക് വെള്ളം കൊടുത്തു. ദേശപുരുഷാർത്ഥങ്ങൾ, നാട്ടുവിധാനാർത്ഥങ്ങൾ, പുഴമാർഗം പറഞ്ഞ കഥകൾ, അങ്ങനെ അതിസമ്പന്നമായ ഒരു നദീതട സംസ്കൃതിയിൽ ജനിച്ചു വളർന്ന ഒരാളാണ്. യുഫ്രട്ടീസ് ടൈഗ്രീസ് നദീതടവും നൈൽ നദീതടവും പോലെ, സിന്ധുഗംഗ നദീതടവും പോലെ കേരളത്തിന്റെ സുപ്രധാനമായ ഒരു നദീതടമാണ് ഭാരതപ്പുഴ. ഒരു വശത്ത് ഈ പാലക്കാട് കരമുഖം ലാൻഡ് പോർട്ട്, ശരിക്കും 45 നാഴിക വീതിയുള്ള ഒരു ലാൻഡ് പോർട്ട് കേരളത്തിൽ ഇവിടെ മാത്രമേ ഉള്ളൂ. ചെങ്കോട്ടയിലാണ് പിന്നെ വേറെ സ്ഥലമുള്ളൂ. ഉത്തര ഇന്ത്യയിലുള്ള കേരളത്തിലേക്ക് കടക്കാൻ കരവഴിയുള്ള ഒരേ ഒരു സ്ഥലം ഈ ലാൻഡ് പോർട്ടാണ്. പാലക്കാടിന്റെ കരമുഖമാണ്. അത് അവസാനിക്കുന്ന തുറമുഖത്താണ്. ഏതാണ്ട് 3000-ലധികം കൊല്ലം മുമ്പ് അറേബ്യയിലെ ഫത്താഹ് തുറമ്പിൽ നിന്ന് പായ്ക്കപ്പലുകൾ വെറുതെ പായം നിർത്തിയാൽ എന്ന അറബികൾ വിളിച്ചിരുന്ന ദൈവത്തിന്റെ കാറ്റ് എന്ന കാറ്റിൽ കാറ്റ് മാത്രം ഇന്ധനമാക്കി 15000 തെളിവിസിലും പായ്ക്കപ്പലുകൾ വന്ന് അടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. തിരിച്ചൊരു കാറ്റിൽ ഇതേ പായ്ക്കപ്പലുകൾ ഫത്താഹ് തുറമ്പിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ വളരെ ദീർഘമായ യൂറോപ്പിലേക്കുള്ള കച്ചവട ഇടനാഴിയായ സിൽക്ക് റൂട്ടിലേക്ക് ഈ സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ കൊടുത്തിരുന്ന അറബി വ്യാപാരികളാണ്. ഇപ്പൊ 3000-ലധികം തുറമുഖം വഴി അറേബ്യൻ കൾച്ചർ, ഈജിപ്ഷ്യൻ കൾച്ചർ, മെസൊപ്പൊട്ടാമിയൻ കൾച്ചർ, അത്രയധികം കൾച്ചറുകളും സംസ്കാരങ്ങളും കരമുഖം വഴി ഉത്തരേന്ത്യയിൽ വന്ന അനവധി സംസ്കാരങ്ങളും ഈ സംസ്കാരങ്ങൾ സംയോജിച്ചുണ്ടായ ഈ നദീതട സംസ്കൃതിയെ കുറിച്ച് വളരെ ഉത്കണ്ഠാപരമായിട്ട് പലതും പറഞ്ഞത്. എന്റെ നിറയുടെ കിടങ്ങളിലൂടെ എന്ന പുസ്തകം പ്രകാശിപ്പിച്ചതും കേസിൽ ഓർമ്മയുണ്ടോ? കേസി സന്ദേശപ്പെടുന്ന എടുത്തായിരിക്കുമ്പോൾ അതിന്റെ പ്രകാശനത്തിന്റെ ഒരു രാമപുരത്തെ ലേഖനം കൊടുത്തു. അന്ന് എനിക്കോടാണ് പ്രസംഗിച്ചത്. ആ പുസ്തകം ഞാൻ വായിച്ചു. എടപ്പാൾ താപ്പ്, കൊളവൻ താപ്പ് എന്ന 2 വാണിജ്യ താപ്പുകളെ കുറിച്ച് കൂടി അന്വേഷിക്കാൻ പാടില്ല. ഇത് നമ്മൾ പറഞ്ഞു ഭാവികൾ പ്രൊജക്ട് ആയിട്ട് വായിക്കാം. പിന്നെ അത് വൈകുന്നേരം വായിക്കണം. ഈ എടപ്പാൾ താപ്പ്, കൊളവൻ താപ്പ് പോലുള്ള വാണിജ്യ വിനിമയങ്ങൾ, ഇതൊക്കെ എന്റെ കഥകളിലുണ്ട്. എന്റെ കഥകളിൽ നിറാതിരുത്ത തേക്ക് സമ്പ്രദായങ്ങൾ, നിറാതിരുത്ത നേർച്ചകൾ, അവിടുത്തെ ജാറങ്ങൾ, അവിടുത്തെ പള്ളികൾ, അമ്പലങ്ങൾ, ഉത്സവങ്ങൾ, വേലപൂരങ്ങൾ, അവിടുത്തെ കൃഷി രീതികൾ, വിത്തുകൾ, ഇങ്ങനെ ഓരോ കാലഘട്ടം ആണ്ടു പോയാലും എംടിയുടെ രചനകൾ കുറിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടതും കാർഷിക കേരളത്തെ രൂപപ്പെടുത്താൻ പറ്റും. ജനാധിപത്യത്തെ എല്ലാ സാമൂഹിക വികാസ ചരിത്രവും അത് രേഖപ്പെടുത്തപ്പെട്ടു. ചരിത്രമായിട്ടല്ല രേഖപ്പെടുത്തിയിരിക്കുന്നു. അതാണ് ഏറ്റവും വലിയ ഇത് തന്നിരിക്കുന്നു. നമുക്ക് കേരളം വരവെടുത്ത് പോയാലും എംടിയുടെ കഥകളുണ്ടെങ്കിൽ ഒരു വിളാവിയുടെയെങ്കിലും നമുക്ക് ചിന്തിക്കാൻ സാധിക്കും. പറയുമ്പറ്റ പണ്ഡിതങ്ങളിൽ പ്രശസ്തമായ മിത്ത് നിലാദിനത്തിന്റെ പാത്രമാണ്. മഹാബ്രാഹ്മണനായ വരവീച്ചി പിതാവും പറയിപ്പെണ്ണായ പഞ്ചമി മാതാവും, മേഴത്തോൾ അഗ്നിഹോത്രി, രചകൻ, ഉളിയനൂർ തച്ചൻ, പിന്നെ വള്ളോൻ, വൈലകുണ്ടിനപ്പൻ, വെടുതല പടിവുമായ കാരക്കൻ ബാധ, നിരെ, നാറാണഭ്രാന്തൻ, ഉടൻ അടവും ചാപ്പനും പാക്കനാരും ചെന്മേഴും കൂറ്റൻ തിരുവരംഗത്തെയും പാടനാണ്. 12 കുലത്തിൽ പിറന്ന അക്കാലത്തെ കേരളത്തിലെ പ്രബലങ്ങളായ 12 കുലങ്ങളൊക്കെ തന്നെ ഒരമ്മയ്ക്കും അച്ഛനും പിറന്നതാണെന്നും ആ അമ്മ പറയുക അവർണരിൽ അവർണരായ ഒരു സമൂഹത്തിൽപ്പെട്ട മാതാവാണെന്നും സവർണരിൽ സവർണരായ ഒരു അഗ്നിഹോത്രിയുടെ മരണയുടെ മക്കളാണ്. ഈ 2 അറ്റങ്ങളെ വ്യത്യസ്ത കുലങ്ങളിലൂടെ കൂട്ടിക്കെട്ടിയ ഒരു മിത്ത് നിലാജലത്തിന്റെ സ്വന്തം മിത്താണ്. ഈ മിത്തിനെയാണ് ഇന്ത്യൻ പെരുന്തച്ചൻ എന്ന സിനിമയിൽ ആ മിത്തിനെ ഏറ്റവും നന്നായി ബോധിച്ചു. എവിടെ കഥകളിലൊക്കെ കൊടുക്കുന്നത്തുകാവിലെ അമ്മ അല്ല മുത്തശ്ശേർകാവിലെ അമ്മയുടെ മക്കൾ നാട് കാണാൻ പോയ ഒരു കഥ എത്രയോ സ്ഥലത്ത് ആവർത്തിച്ചിട്ട് അങ്ങനെ കളക്കര് കാവിൽ ചെറുമക്കണ്ട കണി കണ്ടിരുന്ന ഭഗവതി കളക്കര് കാവിലെ അമ്മയായിരുന്നു. കൊടുക്കുന്നത് എന്ന ഭഗവതി അങ്ങനെ ഒരു മിത്ത് പറയുന്നുണ്ട്. കഥയിലുടനീളം നിലാജലത്തെ പ്രാചീനമായ
ഒടിയൻ എന്ന കഥയിൽ അരിമാനത്ത് കൂത്തു കാണാൻ പോയ നായർ നേരെ വരുന്ന ഒടിയനെ കണ്ടു നീക്കുമായി. ഇങ്ങനെ രാഷ്ട്രത്തിന് മാത്രം സ്വന്തമായ അനേകം മിത്തുകൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്, അനേകം നാട്ടങ്ങളും നാനാർത്ഥങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്, അനേകം ദേശപുരുഷാർത്ഥങ്ങൾ സംഭരിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഫലത്തോടെ എല്ലാ കഥകളും പറയുന്നത് എന്തൊക്കെയോ വേണ്ടി കഥയുണ്ട്. അതിൽ ശാന്താറാം എന്നൊരു കുട്ടിയുണ്ട്. ശാന്താറാം എന്ന കുട്ടി കഥാനായകന്റെ സഹോദരൻ വീട്ടിലെ ജോലിക്കാരനാണ്. ഇയാൾ വലിയ പ്രതിസന്ധിയിലാണ്. കഥാനായകന് വലിയ സ്വത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നത്. എന്തിന്റെയാണെന്ന് അയാൾക്ക് തന്നെ അറിയാത്ത, വെറുതെ ദോഷം തോന്നുന്ന, വെറുതെ ആത്മനിന്ദ തോന്നുന്ന, അന്യവൽക്കടായ, അന്യവൽക്കരിക്കപ്പെട്ട മാനസികാവസ്ഥയിലാണ് ആ കഥാനായകൻ. അത് മിക്കവാറും അക്കാലത്തെ കഥാനായകങ്ങളും നായകന്മാരും അങ്ങനെയാണ്. നീലക്കുഞ്ഞുകളിലെ കഥാനായകൻ അങ്ങനെ ഒറ്റപ്പെട്ട ഒരാളാണ്. അസ്തിത്വ വ്യഥ അനുഭവിക്കുന്ന, അത് ആധുനിക സാഹിത്യത്തിൽ വന്നതുപോലെ പ്രകടമായിട്ട് വന്നിരുന്നില്ല. ഈ അന്യവൽക്കടായവരാണ് ഗ്രാമത്തിൽ നിന്ന് അന്യവൽക്കരിക്കപ്പെട്ട് നഗരത്തിൽ പകർന്നാണ് അയാൾ. ഈ ശാന്താറാമിനെ അവർ അഭിമുഖീകരിക്കുന്ന ഒരു സന്ദർഭം. ശാന്താറാമൻ എങ്ങനെ ഓടിപ്പോയി, എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത് ശാന്താറാമൻ അറിയില്ല. സഹോദരി പറയുന്നു സത്താറയിലേക്കാണെന്നാണ് പറയുന്നത്. സത്താറയുടെ അവിടെ ആരുമില്ല. ആ തള്ള പറഞ്ഞല്ലോ സത്താറയിലാണ് അവരുടെ വീട്. അവിടെ അമ്മയുണ്ടായിരുന്നു, അവിടെ ഒരു അമ്പലമുണ്ട്, അമ്പലത്തിനടുത്ത് ഒരു വഴിയുണ്ട്. ആ വഴി ചെന്ന് അവസാനിക്കുന്നിടത്താണ് അവരുടെ വീട്. അവൻ കണ്ടിട്ടില്ല, അവന്റെ തള്ള പറഞ്ഞ അങ്ങനെ ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒരു ഞാൻ തിരിച്ചുകൊണ്ടു. അവസാനം കഥാനായകൻ ചെല്ലുമ്പോൾ ശാന്താറാം ഓടിപ്പോയി. ശാന്താറാം എവിടെയും ചെയ്തു. അവൻ വലിയ ഓടിപ്പോയി. എങ്ങോട്ട്? സർക്കാരിലേക്കായിരിക്കും. ആ ചെക്കന്റെ പ്രാന്താണ്. അവിടെ അവൻ ആരുമില്ല. ആ കഥ അവസാനിക്കുന്നത് നിനക്കത് മനസ്സിലാവില്ല. ഓടിക്കൊണ്ടേ സത്താറയിലെ ഒരു നാട്ടുവഴി, അവിടെ അമ്പലത്തിനടുത്തേക്ക്, അമ്പലത്തിനടുത്ത് പോകുന്ന ഇടവഴി, പിന്നെ കുട്ടികളാണ് ഓടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ ഓടിക്കൊണ്ടിരുന്ന ഒരു കുട്ടിയുടെ ആത്മഹത്യയാണ് എംപിയുടെ മുഴുവൻ കൃതികൾ. 16-17 വയസ്സ് വരെ കൂടുതൽ ജീവിച്ച് പാലക്കാട് വിക്ടോറിയ കോളേജിൽ പഠിക്കാൻ വന്നു. കോഴിക്കോട് പോയി ലോകം മുഴുവൻ സ്വീകരിച്ച് എന്നിട്ടും തന്റെ ഗ്രാമത്തിലേക്ക് നിരന്തരം ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടി നമുക്ക് തരുന്നത് ഈ ഗ്രാമീണതയുടെ നിഷ്കളങ്കമായ സമ്പാദ്യമാണ്. ആധുനിക നാഗരികതയും അതിന്റെ ടെക്നോക്രസിയും. ടെക്നോക്രസി എന്ന് ജനം ഡെമോക്രസി പോലെ തന്നെ അപായകരമായ ഒന്നാണ്. ഡെമോക്രസി അപായകരമല്ല എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഡെമോക്രസിയോളം അപായകരമായിട്ടൊന്നുമില്ല എന്ന് നമുക്കറിയാം. ടെക്നോക്രസിയും അതുപോലെയാണ്. ആധുനികതയുടെ ടെക്നോക്രസിയും വികസിത മുതലാളിത്തവും അതിന്റെ നഗരവൽക്കരണവും കൂടി ലോകത്തെമ്പാടും നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങൾ നേരിട്ടെനിക്ക് രാഷ്ട്രീയമായി അവതരിപ്പിച്ചിട്ടില്ല. പക്ഷെ എനിക്ക് പറഞ്ഞത് ഈ പുഴയോര ഗ്രാമം അതൊരു പ്രധാനപ്പെട്ട ഊർജ സ്രോതസ്സാണ്. എവിടെ പോയാലും ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു. ഒരിക്കലും വിശ്വസിച്ചു തളരുമ്പോൾ സ്വന്തം മണ്ണിനെ കെട്ടിപ്പുണർന്ന് ഊർജം സംഭരിക്കുന്ന ട്രോജൻ പടയാളിയെ പോലെ ഞാൻ ഇവിടേക്ക് തന്നെ വരുന്നു. തളരുമ്പോൾ സ്വന്തം മണ്ണിൽ കെട്ടിപ്പുണർന്ന് കിടന്ന് ഊർജം സംഭരിക്കുന്ന ഒരു ട്രോജൻ പടയാളിയെ പോലെ ഞാൻ എപ്പോഴും ഉടലൂർക്ക് തന്നെ വരുന്നു. 2019 അവസാനമായിട്ട് ഉടലൂർ വന്നത്. ഞാനാണ് ഇന്ത്യയെ ശ്രദ്ധിച്ചു കൊണ്ടുപോയത്. വരാനിഷ്ടമുണ്ടായ കാര്യമില്ല, അവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. എന്നിട്ടും അവിടുത്തെ കുറച്ച് ചെറുപ്പക്കാർ എനിക്ക് ഒരു സ്വീകരണത്തിൽ അന്ന് സീതാരാമകൃഷ്ണനും അലങ്കരനെയും അച്യുതനും കൂടെ വിളിച്ചതും ഞാൻ തന്നെയാണ്. പരിപാടി അവിടെ നടത്തി. അന്നാണ് ആ കുട്ടിയെ ഞാൻ അവസാനം കണ്ടത്. ആ കുട്ടി സത്യത്തിൽ ദുഃഖിതനായിട്ട് ഞാൻ അവസാനം എംപിയോട് കാണിച്ചിരുന്ന ഒരു തന്ത്രം, എംപിയുടെ മൗനം ഭേദിക്കാൻ, ഒന്നും ജോലിയുടെ വയ്ക്കുന്ന അല്ലെങ്കിൽ ഗോപി ഗോപി എന്ന് പറഞ്ഞാൽ സ്വർഗം തുറക്കുന്ന സമയത്തിന് കുട്ടിനാരായണനാണ് ആളുകൾ മരിപ്പിക്കുന്നത്. ആ മരിപ്പിക്കുന്ന ഗോപിയുടെ നാൾ ഉണ്ടായിരുന്നാണ്. ഗോപിയുടെ മരിച്ചു, എന്തിക്കുമ്പോൾ മരിച്ചു. എന്ത് കുറച്ച് വർഷം മുമ്പ് അവിടെ ചെന്നപ്പോൾ ഗോപിയുടെ കാണാൻ ഗോപിയുടെ പറഞ്ഞ വാസുദേവൻ വാസു മുന്നിൽ കാര്യം ചെയ്തു. ആ തള്ളയുടെ പോയി കണ്ടോ? ഞാൻ ഇന്നലെ പോയിരുന്നു. ആ തള്ളയുടെ കണ്ണും മുഖം നോക്കാൻ ശരിയല്ലാത്ത ഒന്ന് പോയി കണ്ടോ? ഈ തള്ള കൊടുക്കുന്നതിനാവരമ്മ നമുക്ക് കൊടുക്കുന്നത് കാവൽ നമ്മുടെ കണ്ണും നോക്കുന്നത് ശരിയല്ല. എംപി ചെല്ലാതെ നമുക്ക് പോയി കണ്ടോ എന്ന് പറഞ്ഞ ഗോപേട്ടൻ. ഈ ഗോപേട്ടൻ അതും അന്നത്തെ പുസ്തകത്തായി മരിച്ചു കഴിഞ്ഞാലും ഗോപേട്ടനും ചോദിക്കുന്നുണ്ട്. അത് ഉണ്ടായതാണെന്നാ പറയുന്നത്. ഗോപി നീ മരിച്ച ആരാമൊക്കെ ചെയ്യാൻ ആളുകളെ മരിക്കുന്ന ഒരാളാണ്. അത് ആ കൂട്ടത്തിൽ തന്നെയാണ് സിനിമയിൽ ചോദിച്ചു. എനിക്ക് ഇങ്ങനത്തെ കുറെ കഥാപാത്രങ്ങൾ ഒരു തവണ എന്നോട് പറഞ്ഞത് പിന്നീട് അദ്ദേഹം എഴുതിയിരുന്നു. കുമരമ്പൂർ താമസിക്കുന്ന കാലത്ത് രാത്രി ഒരു റാന്തലുകൾക്ക്
അപ്പൊ അവിടുത്തെ നേരം ഭാര്യയോടത്തേക്ക് സമ്മതത്തിൽ പോകും. അപ്പൊ സമ്മതത്തിൽ പോകുമ്പോൾ റാന്തലുകളെ കുറിച്ച് നായ, വളർത്തുനായ, ഈ റാന്തൽ സാധാരണ കാര്യസ്ഥന്മാരാണ് കുറിച്ച് ഈ നിങ്ങളുടെ കൂടെ വളർത്തുനായ എന്ന് റാന്തലുകളെ കുറിച്ച് എനിക്ക് എഴുതാത്ത എത്രയോ കാര്യങ്ങൾ ഇപ്പോഴും കൂടുതൽ കൂടുതലിനോടൊരു വല്ലാത്ത കഴിയാണ്. കുറിച്ചാലും ഇടപെടുന്ന എത്രയോ കഥാപാത്രങ്ങൾ അവിടെ ഉണ്ട്, എത്രയോ മനുഷ്യരുണ്ടായിരുന്നു. കാത് കുറിച്ചാൽ മീനാക്ഷി അവരുണ്ടായിരുന്ന കാതോർച്ച മീനാക്ഷി എം ടിക്ക് മുമ്പ് മരിച്ചു. എം ടി ജനിച്ച പപ്പടച്ചട്ടികൾ വെച്ചിട്ട് പോയ ഒരു ചെട്ടിപ്പുരയുണ്ട്. ആ ചെട്ടിപ്പുരയിൽ കുറച്ചു കാലം താമസിച്ചിരുന്നത് കാതുകുറിച്ച മീനാക്ഷി. മീനാക്ഷി അരിമ്പാറ കുറിച്ച് വൃദ്ധയാവാൻ മാത്രമല്ല, ആ കാലത്ത് നിറഞ്ഞ തറവാട്ടിൽ നിന്ന് ഒരു പെണ്ണ് ഒരു ചെറുമക്കിടാത്തിനെ പ്രേമിച്ച് ഒറ്റയ്ക്ക് താമസിച്ചു. എം ടി ജനിക്കുന്നതിന് മുമ്പാണ് ഒരു നിറഞ്ഞ നായർ തറവാട്ടിൽ നിന്ന് ഒരു സ്ത്രീ ഒരു ചെറുമനെ പ്രേമിച്ച് കല്യാണം കഴിച്ച് എന്നിട്ട് ഒറ്റപ്പെടുത്തപ്പെട്ടു അവസാനം ആത്മഹത്യ ചെയ്ത് ശരിയാണ്. പക്ഷെ എന്തൊരു സ്വാനുഭവത്തിലാക്കിയിട്ടാണ് നമ്മളോട് പറഞ്ഞത്. വാസു വലുതായ അമ്മയെ നന്നായി നോക്കണം, എന്റെ അമ്മയും നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പഠിച്ചു പോകുന്നത്. ഇങ്ങനെ സ്വാനുഭവത്തിലേക്ക് എം ടി തന്നത് ഒരു വലിയ ഗ്രാമീണതയുടെ നിഷ്കളങ്ക ശേഷിപ്പുകളെ. ഇനി അങ്ങനെ ഒരു ഗ്രാമം സാഹിത്യത്തിൽ വരണമെന്നില്ല, കാരണം ജീവിതത്തിൽ അത്തരം ഗ്രാമങ്ങളില്ല. പാലക്കാട്ട് മാത്രമാണ് ഇപ്പോൾ അവസാനിക്കാത്ത കുറച്ച് ഗ്രാമീണത ബാക്കി നിൽക്കുന്നത്. ഞാൻ ഇടയ്ക്ക് എടപ്പാൾ നിന്ന് വെറുതെ ബസ്സിൽ പറഞ്ഞു, കാരണം എടപ്പാൾ നഗരവേഗങ്ങളിൽ ശ്വാസം മുട്ടുമ്പോൾ കുറച്ചു ദൂരം സഞ്ചരിച്ചാൽ ഈ തുറസ്സുകളിലേക്ക് ഈ ശങ്കരാചാര്യ പോലെ സൗഭാഗ്യമാണ്. കുറച്ചൊക്കെ എന്ത് വിശേഷത്തിന്റെ പാട്ട് പഠിക്കാൻ മുഴുവൻ വിഷയത്തെ അന്വേഷിച്ച് ആ റെയിൽ ട്രാക്ക് മുറിച്ച് ഞാൻ വിദ്യാഭ്യാസം കൂടി കൊടുക്കുന്നു. ജന്മത്തിൽ നടത്താത്ത വഴിയാണ് റെയിൽപാത സമാന്തരമായി ഒരു നാട്ടുവഴി. ഈ എംടിയുടെ കൃതികളുണ്ട്. ഞാൻ എംടിയുടെ കൃതികളുടെ ഇടവഴികളെ കുറിച്ച് നിങ്ങൾ വായിച്ചിട്ടുണ്ടില്ല. എംടിയുടെ ഇടവഴി ഏറ്റവും കൂടുതൽ ഇടവഴികളുള്ളത് എംടിയുടെ കൃതികളാണ്. വടക്കും മൊഴിയും തെക്കും മൊഴിയും പടിഞ്ഞാറ്റ മൊഴിയും കിഴക്കും മൊഴിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എണ്ണമറ്റ ഇടവഴിയുടെ അറ്റത്തിലാണ് ഇടവഴികൾ രണ്ടുപേരെയും ചേർക്കുന്ന ഒരു ഇടമാണ്. നഗരത്തെയും ഗ്രാമത്തെയും വേറെയാക്കുന്ന മരണമെന്ന കഥയിൽ നാഗര വേഗങ്ങളിൽ നിന്നായ ഇടവഴിയിലേക്ക് ഇറങ്ങി നിൽക്കും. വണ്ടി പോലും വന്നിട്ടില്ല. മരണം കഴിഞ്ഞ വീട്ടിലേക്ക് ഒരു ഇടവഴിയിലേക്കാണ് അയാൾ ഇറങ്ങി നിൽക്കുന്നത്. എന്റെ ഇടവഴിയിൽ ഞാൻ ഒറ്റയ്ക്കാണ്. ഇടവഴിയിലെ പൂച്ച നീണ്ടാ പൂച്ച എന്നിങ്ങനെ ഇടവഴി കഥാപാത്രമായി. ഒരുപക്ഷെ ഇടവഴിയൊന്നുമില്ല. അവസാനത്തെ ഇടവഴിയും ടാർ ചെയ്ത റോഡായി. ബാലചന്ദ്രന്റെ കവിതയിൽ പറയുന്ന പോലെ അവസാനത്തെ ചിത്രരോഗിയെയും ആശുപത്രിക്കാര് കൊണ്ടുപോയി. ഒരു ചിത്രരോഗിയും കാണാനില്ല. ഞങ്ങൾക്ക് ജനകീയ സാംസ്കാരിക വേദി കാലത്ത് അനവധി കണ്ടാൽ ഭ്രാന്തുള്ള നല്ല ജ്ഞാനികളായ ഭ്രാന്തന്മാർ, ദ്രോണബ്രാഹ്മണനെ പോലുള്ള ഭ്രാന്തന്മാർ, മധുമാഷ പോലുള്ള ഭ്രാന്തന്മാർ അവസാനത്തെ ഭ്രാന്തനെയും കാലം കൊണ്ടുപോയി. അന്ന് പോക്കറ്റിൽ പൈസ സൂക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അയ്യപ്പൻ ബാധിക്കുമെന്ന്. പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ അയ്യപ്പൻ എടുത്തു. ഇപ്പൊ ധൈര്യമായിട്ട് പൈസ സൂക്ഷിക്കാം. ഒരു കഴിവിൽ നമ്മുടെ പോക്കറ്റ് അടിക്കാൻ പറ്റില്ല. സന്ദർഭം അങ്ങനെ ഒരു കാലം ഉണ്ടായി. ഉന്മാദികളുടെയും സ്വപ്നങ്ങളുടെയും ഒരു ഗ്രാമം. ബാലേന്ദ്രൻ പറഞ്ഞു, ഏത് വാതിലാക്കി ചെന്നാലും കാക്കനാടന്റെ വടക്കേ പുറത്തെ വാതിലടക്കി കുട്ടിയാൽ അങ്ങനെയൊക്കെ വിളിച്ചു പറഞ്ഞു. പാലനാട് ചോറ് കൊണ്ടെടുത്ത് കഴിച്ചു. അങ്ങനെ വാതിലടക്കാത്ത വീടുകളുണ്ടായിരുന്ന ഒരു കാലത്തിന്റെ ഒരു ജീവിത കഥയാണ്. അതിന്റെ ആഖ്യാനമാണ് എം ടി ഉടനീളം പറഞ്ഞത്. എം ടി കണ്ട അനവധി കാര്യങ്ങളൊന്ന് എം ടിയുടെ പാട്ടുകളാണ്. ഞാൻ പലപ്പോഴും പറയാറുള്ളത് എം ടിയുടെ സിനിമകളിലാണ് ഏറ്റവും കൂടുതൽ നാട്ടുപാട്ട്. അതുകൊണ്ട് നാട്ടുപാട്ടുകളെ നേരിട്ട് സിനിമയിലേക്ക് കൊണ്ടുവരുന്ന രീതി നമുക്കായിരുന്നു. അസുരത്തിലും നിർമ്മാല്യത്തിലും ഒക്കെ എം ടിയാണ് നിർമ്മാല്യം സംവിധാനം ചെയ്തത്. അതിലൊറ്റ പാട്ടില്ല. ഒരു പാട്ട് സമയമായി തേടി വന്നു പറഞ്ഞിരുന്ന ഇടശീഖരം പറ്റിയാണ്. മറ്റൊന്ന് താമറ്റാട്ട് പോയി ശേഖരിച്ച വളരെ നാടൻ പാട്ടുകളിൽ നിന്ന് 3 പാട്ടുകൾ. ഒന്ന് കുഞ്ഞോപ്പാട്ടാണ്, മറ്റൊന്ന് ഒരു ചെറുപ്പപ്പാട്ടാണ്. അഭിനവ് സ്വാതിരുന്നാളിന്റെ കൃതിയാണ് പനിമതി. അതുകൊണ്ട് അസുരത്തിൽ എം ടി പറഞ്ഞിട്ടാണ് ഒരു പ്രശസ്തമായ പാട്ടില്ലേ, കാവികളുത്തൊരു മരമുണ്ട്, മരത്തിനിറയെ പൂവുണ്ട്, പൂപറിക്കാൻ പോരാമോ പൂങ്കുയിലേ പെണ്ണാളെ വിളഞ്ഞാല് അച്ഛൻ കാവൽ പോയാന്ന് പറയുന്നു. അച്ഛൻ കാവൽ പോയാൽ അക്കരെ നാട്ടിൽ വന്നാലും അമ്മ വിരുന്നും വന്നാലും ഞാൻ ആടി മാറാൻ പോകുന്നുണ്ട്. ആടി മമ്മി വീട്ടിലില്ല എന്നുള്ള പുതിയ പാട്ടിന്റെ ഒരു പഴയ ആഖ്യാനമാണ് ഈ നാടൻ പാട്ട്. ഇതിന് എത്രയോ സമർത്ഥമായിട്ട്
എന്താ സിറ്റുവേഷനൊക്കെ എടുത്തതാണ്. അതുപോലെയാണ് പാട്ടുള്ളത് ജാക്കോബാഷ ഗുണപ്പെടുത്തിയതാണ്. ഒറിജിനൽ നാടോടി പാട്ടല്ലെങ്കിൽ മലയാളത്തിൽ ആദ്യമായി മോയിൻകുട്ടി വൈദ്യന്റെ ഈശ്വരന്റെ രൂപത്തിൽ എന്തെയാണ്. അത് വളരെ അത്ഭുതമാണ്. ആ കാലത്ത് ഓരോ ഹീറോയിൽ നിന്ന് സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചാൽ അറിയാം, വാപ്പുട്ടിയുടെ മനസ്സിൽ മോയിൻകുട്ടി വൈദ്യന്റെ ഈശ്വരൻ. പി എൻ മേനോന് മോയിൻകുട്ടി അറിയില്ല, ഈശ്വരനോട് അറിയില്ല, ഉറപ്പല്ല. അപ്പൊ പി എൻ മേനോൻ ആ വരികളിലേക്ക് എത്തുന്നത് അത് കൃത്യമായി തെരഞ്ഞെടുത്ത് വരികയാണ്. സി എം പോക്കനാണ് പാടിയത്. എസ് എം ബോയുടെ മരുമകനായിരുന്നു. കോഴിക്കോട്ടെ പട്ടുപോലെ മൃദുലമായ ശബ്ദമുണ്ടായിരുന്ന മാപ്പിളപ്പാട്ടുകാരൻ ഒരുപക്ഷെ നൂർ മുഹമ്മദിന് മുമ്പ് മധുരോഗാരമായി പാടിയ അനേകം പാട്ടുകൾ സമ്മാനിച്ച സി എം മുഹമ്മദ്. ഞാൻ ഈ സന്ദർഭശാൽ പാടാണ്. വെറുതെ ഇങ്ങനെ കണ്ടാറത്തുമ്പോ പെണ്ടാരോടൊത്തുണ്ടതിലുണ്ടാകെ ഒരുത്തി കഹനിലുദിത്ത കമർപ്പൊന്മുഖം കത്തി തെങ്കി മറന്നാകെ. ആ വിശദത്തിലുള്ളതാണ്. തടകി മണത്തെ സമയത്തിൽ ഉടനവനെത്തി മനത്തിൽ സരസിച്ച മുത്തേ മാതൂരത്തിൽ കുസുമജമായ അവളുടെ തലമഹുതൊക്കെ മാറന്നിടും എന്നതുടഹാന. മൂന്ന് പ്രധാനപ്പെട്ട വിഷയങ്ങളാണ്. പയ്യൻ തീരായത്തിൽ ഒത്തൊരു കഴുത്തും കൊണ്ട് ഒരുവൻ കുറ്റൊരു വാക്ക് ഞാൻ തെറ്റിടാമേ നാമത്തെ ഒയ്യും സൈനു തുജ ആമേയൻ വാസ്തവത്തിൽ മെലോഡിയസ് ആയിട്ട് പാടാവുന്ന താളാധിഷ്ഠിതമായിട്ട് പാടാം. ഈശ്വരങ്ങളുടെ ഒരു സവിശേഷതയൊന്നും ആർക്കും ആവില്ല. എത്തിപ്പിടിച്ചിട്ടുണ്ടാവാം. എം എസ് ബാബുരാജ് ആലോചിക്കപ്പെട്ടു. ഇങ്ങനെ നോക്കിയാൽ നിർമ്മാണത്തിൽ ആണ് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുടുംബം. കേശവട്ടം പണി കിട്ടുന്നതാണ് ശ്രീ മഹാദേവൻ കവിന്റെ ശ്രീ മുറ്റത്തോറും പറ്റടി നിത്യം ഭജിച്ചു വഴിയിലെത്താനി പടിയാണ് പാട്ടിലേക്ക് വേണം. ഞാൻ തിരിച്ചു വരാം. ഈ പാട്ടുകളും ഒരു സമ്പത്താണ്. ഒരുപക്ഷെ മലയാളത്തിൽ ഏറ്റവും തീക്ഷ്ണമായ പാട്ടുകൾ ആദ്യകാലത്ത് പകൽക്കിനാവ് തൊട്ടുള്ള സിനിമകളിൽ നഗരങ്ങൾ നന്ദി മുറപ്പെണ്ണ് മലയാളത്തിലെ അനശ്വര ഗാനങ്ങൾ മിക്കതും എഴുതിയ സിനിമകളിലാണ്. പിന്നീട് വന്ന് വെള്ളിപ്പാടിനെ ചിട്ടപ്പെടുത്തിയ ONV എഴുതിയ ഇവരെല്ലാം എഴുതി ONV ഭാസ്കരൻ മാഷോ എഴുതുന്ന നിർബന്ധമാണ്. അല്ലെങ്കിൽ പിന്നെ യൂസഫ് അലി കേച്ചിട്ടാണ്. യൂസഫ് അലി കേച്ചിക്ക് പനി പിടിച്ചിട്ട് എഴുതാൻ പറ്റാതെ വന്നപ്പോഴാണ് വളർത്തുപോയി എഴുതാൻ ആരും കിട്ടിയില്ല. ബോംബെ രവി വന്നു, അല്ല MT ശ്രീനിവാസൻ വന്ന് ചിട്ടപ്പെടുത്താൻ ഇരിക്കുന്നു. അവസാനം കക്കാടിനെ MT വിളിച്ചു ഒരു സിനിമയ്ക്ക് പാട്ട് എഴുതുന്നു. കക്കാട് പറഞ്ഞു, MT ഇനിയും നിർബന്ധിച്ചാൽ ഞാൻ കേരളം വിട്ടുപോകും. കാരണം അത്രത്തോളം പാട്ട് എഴുതാൻ പറ്റുന്ന മാനസികാവസ്ഥ. അങ്ങനെയാണ് 4 പാട്ടുകൾ എഴുതിയിട്ടില്ല. കാക്കാലം കളിയച്ഛൻ കണ്ണു തുറന്നിരുന്ന് ഉറങ്ങുന്നു, ഒരു മുറി കണ്ണാടിയിലൊന്നും അറിയില്ല, ഞാൻ എന്നെ അറിഞ്ഞില്ല, ശുദ്ധരാത്രി നിങ്ങൾക്ക് നല്ല പാട്ടുകളാണ്, മോശം പാട്ടുകളൊന്നുമല്ല. എവിടെയോ ചേടി തോട്ടാൻ ആദ്യം എടുത്തൊരു സിനിമയ്ക്ക് വേണ്ടി ഒരു പാട്ട് എടുക്കുന്നു. ആ പടം വിജയിച്ചു നടന്നു. ആ പടം 7ാം വരവിൽ അവസാനം എടുത്തപ്പോ സിനിമയിലേക്ക് പ്രവേശിച്ചില്ല. MT താങ്ങതില്ല, MT ഒക്കെ താങ്ങതില്ല. ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു ചെറുപ്പ പാട്ട് ഏറ്റവും തീക്ഷണമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടാവില്ല. നിങ്ങളും പോണേ പോണേ നിങ്ങളും പോണേ, തെക്ക് തെക്കുള്ള തന്ത്രം പഠിക്കണം, മുറ്റമടിക്കണം, മുന്നിൽ പെണ്ണിൽ വന്നല്ലോ കല്യാണം, വന്നല്ലോ കല്യാണം, ചെക്കനും കൂട്ടൻ പെണ്ണിനെ കണ്ടേ, ചെക്കനും കുഞ്ഞിപ്പെണ്ണിന് ഭാഗ്യം കുഞ്ഞിപ്പെണ്ണിന് ഭാഗ്യം ഞങ്ങളും പോണേ പോണേ ഞങ്ങളും പോണേ പോണേയോ. കേരളത്തിന്റെ സംഗീതത്തില് പൂവൽ എന്ന് പറയാൻ പാട്ടുകൾ ഭാസ്കരൻ മാഷിന്റെ ജന്മശതാബ്ദി ഓർക്കുന്നില്ല. ഞാൻ സങ്കടമാണ്. വയനാട്ടിലും പുന്നപ്പുഴയിലും
ചങ്ങനാശ്ശേരിയിലും വെള്ളത്തലയിലും രക്തസാക്ഷികളുടെ ചോര പറ്റാത്ത മണ്ണിൽ നിന്ന് ഉയരുവാൻ നാടാതെ പകരും ഞാൻ ഒരു പുത്തൻ ഉയർ നാടിൽ നേടിക്കൊണ്ട് ഉയരും വീണ്ടും എന്ന് എഴുതിയ മഹാനായ വിപ്ലവകാരിയുടെ ഒരു കട്ടൗട്ട് പോലും ഒരു വിപ്ലവ പ്രസ്ഥാനത്തിന് വാതുക്കലില്ല. അത് ഓർക്കാറില്ല. വിശപ്പ് തിന്ന് വീട് വെടിഞ്ഞ് ഒറ്റവർ ഉടയവരെല്ലാം നിറഞ്ഞ നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് ഭാസ്കര മാഷി ഭാസ്കര മാഷ ഏറ്റവും നല്ല പാട്ടുകൾ എത്തിക്കുന്നു. തൃത്താല കല്ലിനാവിൽ കളപക്കുന്നം പൊന്നാനിക്കുളയിൽ തൃത്താലക്കാവിലെ ഉത്തരവിലങ്ങി കണ്ടുകൊടുക്കുക. ഈ ഗിരീഷ് കുട്ടത്തിന്റെ ഒരിക്കലും വലിയ ആഗ്രഹം ഭാസ്കര മാഷിനെ എത്തിക്കൊണ്ട് പാട്ടുകൾ എനിക്ക് തൃത്താല എവിടെയെങ്കിലും ഒരു ടി വിയിൽ റൂം സംഘടിപ്പിച്ചു. ഗിരീഷിന് വേണ്ടി തൃത്താല ടി വിയിൽ രൂപം കൊടുത്തു കൊടുത്തു. 3 ദിവസം അവിടെ താമസിച്ചു. തൃത്താലയ്ക്ക് പുറകിലേക്ക് തന്നെ ജന്മൊക്കെ തുറന്നിട്ടിരുന്നു. അന്ന് ഫോണൊന്നുമില്ല. 3-ാം ദിവസം എഴുതിയ പാട്ടാണ് എനിക്ക് അയച്ചു തന്നു. ഭാരതപ്പുഴയിലെ ലോറികളെ അവിടെ തുറന്നു നോക്കിയ ഭാരതപ്പുഴയിലെ ലോറികൾ വന്നു പോകുന്നു. ലോറികൾ ഓളങ്ങൾ കാണാനുണ്ട്. ഭാരതപ്പുഴയിലെ ഓളങ്ങളെ എഴുതാൻ വേണ്ടി തുടങ്ങിയതാണ്. പക്ഷെ കാണുന്നത് ലോറികളാണ്. അവിടെയാണ് കന്നിരാമൻ കളപക്കുന്നം പൊന്നാനിപ്പുഴയിൽ കോഴി വേസ്റ്റാണ് വന്ന് വീഴുന്നത്. പക്ഷെ എങ്കിലും കന്നിരാവിന്റെ കളപക്കുന്നം അവിടെ ഭാസ്കര മാഷ് കൊണ്ടിട്ടതാണ്. അതാണ് പിന്നെ വെണ്ണിലാ ചന്ദ്രക്കുന്നം നമ്മുടെ കയ്യിൽ കൊണ്ടുപോയിട്ട് ഇവിടെ നേരത്തെ അവിടെ കൊണ്ടിടാൻ എളുപ്പമാണ്. പക്ഷെ ഇവിടെ ആദ്യം ഡെപ്പോസിറ്റ് ചെയ്തത് ഭാസ്കര മാഷ്. അന്ന് ഭാസ്കര മാഷ് എനിക്ക് നഗരമേനത്തിൽ എഴുതി കുറച്ച് പാട്ടുണ്ട്. മഞ്ഞനിക്ക് മുന്നിലാവും വേനാറ്റിൽ കിടക്കുക മഞ്ഞ നരച്ചു വെച്ച് നീരാണ്. അതിൽ വരുന്നുണ്ട് താന്നിയൂരമ്പലത്തിൽ കടലക്കാരനെ പോലെ താമരമാലയുമായി ചിങ്ങമുത്തി. താമര ചിങ്ങത്തിൽ മാത്രമേ വിരിയുന്ന വെള്ളത്തിൽ ഒരിക്കലും വിരിയും. അതാണ് ചിങ്ങം വരുന്നതിന്റെ പ്രത്യേകത. എന്നോട് ചോദിച്ചു വാസുവി താന്നിയൂർ എവിടെയാണ് പറഞ്ഞു. മനസ്സിലായില്ല. വാസുവിന്റെ അടുത്ത് എവിടെയാണെന്ന് തോന്നില്ലേ? അവിടെ തന്നെയാണെന്ന്. താന്നൂർക്കുന്ന് എന്ന താന്നൂർക്കുന്നിന്റെ താന്നിയും ഊടലൂരിന്റെ ഊരും ചേർത്ത് ഭാസ്കര മാഷ് ഉണ്ടാക്കിയ ഒരു സർഗ ഗ്രാമമാണ് താന്നൂർ. ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് പലരും ഉണ്ടായി. ധനുമാസം പൂക്കൈത മലർ ചൂടി വരുമ്പോൾ അങ്ങയെ ഇല്ലാവു കണ്ട് കൊതിച്ചു പേരാറ്റിൻ കടവിങ്കൽ മഞ്ഞ മഞ്ഞളിപ്പൂ നിലാവ് നീരാടിക്കുന്ന പേരാറ്റിന്റെ കടവുകളൊക്കെ എന്നേക്കുമായി ഇല്ലാതായി. എന്ത് അവസാനം ഞാൻ നാട്ടിലേക്ക് ഇല്ല എന്ന് പറഞ്ഞത് ഈ പേരാറ്റ് നീരായ ചെമ്പിച്ച് പൈക്കളെ ധാരാളം ആട്ടിപ്പിടിച്ചുകൊണ്ട് അങ്ങനെ കിഴക്കൻ മല കടന്ന് എത്തിയ കറുത്ത ചെട്ടിച്ചികൾ അപ്രത്യക്ഷരായി. നാട്ടിലെ വേലപൂരങ്ങൾ, അവിടുത്തെ നാട്ടറിവുകൾ, ദേശപുരുഷാർത്ഥങ്ങൾ, നാട്ടിൽ മാത്രമുണ്ടായിരുന്ന അപൂർവജാതി മനുഷ്യർ അവർക്ക് അസ്തമിച്ചു. ഒരുപക്ഷെ ആധുനികത ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ കാര്യത്തിൽ പ്രവേശിക്കുകയാണ്. ഒരുപക്ഷെ സുഭാഷ് ചന്ദ്രൻ എഴുതുന്നവരും ഞാൻ എഴുതുന്ന കവിതയൊക്കെ നാളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എഴുതി എന്നുള്ളതാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് മാസ്ക് നമ്മുടെ തലയിൽ മറ്റേ സാധനം കയറ്റാത്തിടത്തോളം കാലം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ മാസ്ക് പറയുന്നതാണ് ചിപ്പ് കയറ്റിയിട്ട് രണ്ടും കൂടി സംയോജിപ്പിക്കാണ്. അത് സംയോജിപ്പിക്കാത്തത് വരെയെങ്കിലും സുഭാഷ് ചന്ദ്രനും ആലപ്പുഴ പക്ഷേ MT അതിന്റെ അവസാനത്തിൽ ഒരുപക്ഷെ നാഗരികത വളഞ്ഞ ഗ്രാമങ്ങളുടെ അറ്റത്ത് ഇടപെടലുകളുടെ കാവൽക്കാരനായി, പേരാറ്റൂരിന്റെ കാവൽക്കാരനായി, വടക്കുമുറിയുടെയും തെക്കുമുറിയുടെയും ഓമാൻകോടിന്റെയും കൈതപ്പാടിന്റെയും പൂഞ്ചപ്പാടത്തിന്റെയും കരയിൽ താനൂരിന്റെയും പറക്കുളം വെച്ചിപ്പുറത്തിന്റെയും അവസാനത്തെ കണ്ണാന്തളിപ്പൂവിന്റെയും കാവൽക്കാരനായി ജീവിച്ച ആ എഴുത്തുകാരൻ തന്ന ഊഷ്യത്തിൽ ഈ ഗ്രാമീണ നിഷ്കളങ്കതയുടെ കാത്തുസൂക്ഷിക്കൽ എന്ന ഭാഷ കാത്തുസൂക്ഷിക്കൽ എന്ന ധർമ്മമാണ്. ഒരു കഥ തുടങ്ങിയാൽ നമുക്ക് പോകേണ്ടിയിരുന്ന വഴി ഇതിലെയല്ല. നാളുകൾ വളഞ്ഞ് ഇതിലെ വന്നത്
ഇവിടെ നിന്നാണ് ഞാൻ പുറപ്പെട്ടത് എന്ന് നിന്നെ അറിയിക്കാനാണ്. അന്നും ഈ മുസാഫിർ ബംഗ്ലാവുണ്ടായിരുന്നു. അതിനപ്പുറത്താണ് താമസിക്കുന്നത്. അതിനപ്പുറം പറപ്പുറം, ഏച്ചിപ്പുറം, പിന്നെ കണ്ണാന്തളികൾ എന്റെ ബാല്യം. പാലത്തിന്റെ ചോട്ടിൽ കുളിക്കാൻ പോകുമ്പോൾ ഒരു കുമ്പട്ടിക്കായ അറുത്തെടുക്കുന്ന വിരലുകൾ ചാത്തുനായകരുടേത്, കാവൽ നിൽക്കുന്ന കണ്ണുകൾ എന്റേത്. ഒരു കുമ്പട്ടിക്കായി നാഴി അരിയും കൊണ്ട് 5 ആളുകൾ അത്താഴ പ്രശ്നം കൂടാതെ കുളിച്ച ഒരു കാലമുണ്ടായിരുന്നു. കാവൽ കിടക്കാൻ വന്ന ചാത്തുനായക്കും അതിലൊരു പങ്കുണ്ട്. അങ്ങനെ ഒരു കാലമുണ്ടായിരുന്നു. കണ്ടത്തോട്ട് വന്ന അച്ഛന്റെ വീട്ടുകാരനെ കൂട്ടാൻ വേണ്ടി പട്ടിണി നടത്തിയ അമ്മയെ പോലെ കോഴിക്കോട് എന്ന ഗ്രാമത്തെ നീ സ്നേഹിച്ചു. പാലക്കാട് പഠിക്കുമ്പോഴാണ് അമ്മ ചികിത്സയ്ക്ക് വെല്ലുവിളിക്ക് പോയത്. MT ഗോവിന്ദനാണ് കൊണ്ടുപോയത്. വിത്തുകൾ എന്ന കഥയിൽ പറയുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ കാത്തു നിന്നു. അമ്മയെ കണ്ടു. വണ്ടി പൊട്ടാറായി. വാസുപ്പൊപ്പം വണ്ടി പുറപ്പെടുക. അമ്മ കോന്തലയുടെ കെട്ടടിക്കുന്നത് ഒരു വെള്ളി ചേർത്തെടുത്ത് അമ്മയുടെ കയ്യിൽ, വാസുവിന്റെ കയ്യിൽ വെച്ചു കൊടുത്തു. എന്തിനാ അമ്മയെ ആവശ്യം വരും വെച്ചു. ഒരു വെല്ലുവിളിക മാത്രം കയ്യിൽ വെച്ചു കൊടുത്ത് തെക്കോട്ട് പോയ വണ്ടിയിൽ നിന്ന് എന്നേക്കുമായി കൈവീശി മറഞ്ഞു പോയ 18-ാമത്തെയോ 19-ാമത്തെയോ വയസ്സിൽ ഇല്ലാതായി പോയ അമ്മയെ പോലെ MT നമ്മുടെ പ്രകൃതിയെ സ്നേഹിച്ചു, ഗ്രാമീണതയെ സ്നേഹിച്ചു, നമ്മുടെ ഭാഷയെ സ്നേഹിച്ചു. അനാഥരും നിഷ്കളങ്കരും ദുഃഖിതരുമായി ബഹിഷ്കൃതരും നീ പറഞ്ഞതുപോലെ കുട്ടികളുമായ മനുഷ്യരെ സ്നേഹിച്ചു. അനാഥർക്ക് വേണ്ടി, ഏകാഗ്രതയ്ക്ക് വേണ്ടി, ഒറ്റപ്പെട്ടവർക്ക് വേണ്ടി ധ്യാനിച്ചു മനുഷ്യനായിരുന്നു. MT കണ്ടെത്തിയത് മനുഷ്യന്റെ ഉള്ളിലെ മനുഷ്യനെയാണ്. ആ മനുഷ്യൻ എന്നും ഏകാഗിയായിരുന്നു. എല്ലാ യുദ്ധങ്ങളിലും മരിക്കുകയും എല്ലാ സമരങ്ങളിലും തോൽക്കുകയും ചെയ്ത ഏകാഗിയായ ഒരു മനുഷ്യന്റെ സത്തയാണ് MT നമുക്ക് തന്നിരിക്കുന്ന. നമസ്കാരം.